എല്ലാവർക്കും റൈഡ് വിത്ത് എസ്ക്യുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പൂമല ഡാമിലെ കാഴ്ചകൾ കാണുവാനും ചേപ്പാറ മൗണ്ടൻ ലേക്ക് കാഴ്ചകൾ കാണാനുമാണ്. അപ്പോൾ കുറച്ച് ദിവസമായി കടലും പുഴയായിട്ട് അങ്ങനെ പോണ്. അപ്പോൾ പലരും ചോദിക്കുന്നത് എന്താ കടലും പുഴ തന്നെ ഉള്ളോ, വേറെ ഒന്നുമില്ലേന്ന്. അപ്പം അതിനൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ പോകുന്ന സ്ഥലം പൂമല ഡാമും ചേപ്പാറ മൗണ്ടൻ ലേക്കുമാണ്. അതൊരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ സ്ഥലമാണ് തൃശ്ശൂർ ജില്ലക്കാർക്ക്. വളരെ ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. അപ്പം അത് പോകാനും എളുപ്പമാണ് തൃശ്ശൂർ ജില്ലക്കാർക്ക് പോയിട്ട് വരാനൊക്കെ. അപ്പം അധികം തൃശ്ശൂരിൽ നിന്ന് തിരൂർ റോട്ടിൽ കയറിയിട്ട് അങ്ങനെ കിഴക്ക് ഭാഗത്തായിട്ടാണ് വരിക ഈ സ്ഥലം. അപ്പം അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്, എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവൻ കാണണം. കണ്ടതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുക. ബാക്കി വിശേഷം അവിടെ പോയിട്ട് പറയാം. അങ്ങനെ നമ്മൾ പൂമലയിലെത്തി. പൂമല ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്താണിപ്പോൾ. ആ റോഡിലാണ് നിൽക്കുന്നത്. അത് ക്ലോസ്ഡാണ്. അതിപ്പോൾ കോവിഡ് വന്ന കാരണം അടച്ചിട്ടിരിക്കുകയാണ്. കോവിഡിന് മുന്നേ ഞാനിവിടെ വന്നപ്പോൾ ആ സമയത്തൊക്കെ നല്ല വൃത്തിയിൽ കിടന്നിരുന്നു. ഇപ്പോൾ അത് 8-9 മാസമായില്ല അടച്ചിട്ടിട്ട്. അതിൻ്റെ ഒരു അവിടെ കാണുന്നുണ്ട് വ്യത്യാസം. ഇപ്പോൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ എത്തിപ്പെടുകയാണെങ്കിലേ ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ നിന്ന് സുഖമായിട്ട് കഴിക്കുക. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. കാഴ്ചകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അവിടെ നോക്കിയാൽ ഡാമിലെ ആ ഭാഗങ്ങളൊക്കെ കാണാം. നല്ല കാറ്റും നല്ല സുഖമുള്ളൊരു ഇതായിരിക്കും, അന്തരീക്ഷമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഭാഗത്തേക്കുള്ള റോട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ ഇല്ല. അത് കോവിഡിന് മുന്നേ വന്നപ്പോഴും ഉണ്ടായില്ല. അന്ന് വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കോവിഡായ കാരണം പിന്നെ അതും ഈ ഭാഗത്തായിട്ടാണ് ബോട്ട് സർവീസ് ഉള്ളത്. പെഡൽ ബോട്ടുണ്ട്. പിന്നെ വേറെ ഏതോ 2-3 ബോട്ട് കരയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ പോകുന്നില്ല. കോവിഡ് കാരണം എന്നപ്പോൾ അവർ പറയുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയാണെന്നുള്ള അറിയില്ല. കണ്ട നല്ല അടിപൊളി വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. എന്താ രസം കാണാൻ. നമ്മളെന്താ നാവികനായിട്ടാണ് നിൽക്കണത്. മിസ്റ്റർ റാഫി. മിസ്റ്റർ റാഫിയാണത്. നമ്മളെ കണ്ടൽവനം നാവികൻ റാഫി. താടിയൊക്കെ ഉഷാറുണ്ടല്ലോ. അത് ശരി. മില സ്റ്റോഴ്സ് ഐസ്ക്രീം, ഫ്രഷ് ജ്യൂസ്, കൂൾ ഡ്രിങ്ക്സ്, പോപ്കോൺ. ഇനി കുറച്ചാണ്ട് പോവല്ലേ. ഇവിടെ വരുമ്പോഴേ 3 സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ഈ പൂമല ഡാം, പിന്നെ പത്തായക്കുണ്ട് ഡാമുണ്ട്. അത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറ്റിയാൽ നമ്മൾ ചേപ്പാറ പോകുന്ന വഴിക്ക് അതിൽ പോകും, ഉറപ്പില്ല. പിന്നെ ചേപ്പാറ മൗണ്ടൻ ലേക്ക് വ്യൂ. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മളൊരു 5 മണിക്ക് മുന്നായിട്ട് ചേപ്പാറയിൽ എത്തണം. നമ്മൾ 5 മണിക്ക് അതിൻ്റെ മുകളിൽ കയറിയാലാണ് ഫോട്ടോസൊക്കെ എടുത്താലൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. 5-5:30 കൂടിയിട്ടാകുമ്പോൾ കുറച്ച് ലൈറ്റ് കുറയും. പിന്നെ നടക്കാനുണ്ട് അത്യാവശ്യം. അതിൻ്റെ മുകളിൽ ഒരു 3 കിലോമീറ്റർ കഷ്ടിയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പ്രാവശ്യം പോയിരുന്നു. അന്ന് ഫുള്ള് നടന്നിട്ടില്ല, നടന്ന് കണ്ടിട്ടില്ല. അത് ബൈക്കിൽ പോയി അതിൻ്റെ മുകളിൽ കയറിയിട്ട് പെട്ടെന്ന് തിരിച്ച് പോരുക ചെയ്ത്. കൂടെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പേടിയായ കാരണം പിന്നെ വേഗം തിരിച്ചു പോന്നു. ശരിയെന്നാ ചേട്ടാ, ശരി. ഈ അണക്കെട്ടെന്നൊരു ഗേറ്റ് കാണാണ്ട് അതിന് താഴോട്ട് ഇറങ്ങാം അല്ലേ? നോക്കാം. പൂമല ഡാമിൻ്റെ മുകളിലാണുള്ളത്. ഇവിടെ കുറച്ച് വിസിറ്റേഴ്സ് ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ചൂടൊന്നുമില്ല, നല്ല സുഖമുള്ള കാറ്റ്. എൻ്റെ കൂടെ റാഫി ഉണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാ ഇങ്ങോട്ടുള്ള വരവ്. Rafi.
ഇതിലൊന്ന് ഇറങ്ങി നോക്കിയാലോ? വാ, ഹെൽമെറ്റ് ലോക്കല്ല, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് റാമിൻ്റെ താഴത്തേക്ക് ഒരു വഴി കാണുന്നുണ്ട്, ഒന്ന് ഇറങ്ങി നോക്കുകയാണ്. ഭയങ്കര താഴ്ചയുള്ള സ്ഥലം കേട്ടാ, കാണിച്ചു തരാം. കണ്ട, നല്ല വ്യൂ, സൂപ്പറാണ്. കുഴപ്പമില്ല കേട്ടാ, പോരെ. ആ, വലിയ പ്രശ്നമില്ലാത്ത സ്റ്റെപ്പൊക്കെ ഉള്ള കാരണേ വരാ. ഞാൻ ഇവിടെ അന്ന് വന്നപ്പോൾ ഇറങ്ങിയില്ല, വൈഫ് ഉണ്ടായിരുന്നു കൂടെ, അപ്പം ഞാൻ ഇറങ്ങിയില്ല. ഇന്നൊക്കെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുഴപ്പമൊന്നും തോന്നണില്ല. ആ, കുറച്ച് വെള്ളമുണ്ടല്ലോ, കാര്യമില്ല, കാര്യമായിട്ട് ഡ്രൈ ആക്കി കിടക്കണം, എന്നാലും കാണാനുണ്ട് കുറച്ച്. അതെ, അവിടെ നിന്നിട്ട് അവർ ചോദിച്ചു ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ പോയോക്കട്ടെ ആദ്യം. അപ്പോൾ അതാ ഞാനും റാഫി പൂമല ഡാമിൻ്റെ താഴെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വന്ന് നിന്നതാണ്. അപ്പോൾ പൂമല ഡാമിലൊക്കെ വരുന്നവരേ ഈ ഭാഗക്കുന്ന ഡാമിൻ്റെ മേലക്കുണ്ട് വന്നാൽ എന്നിട്ട് താഴോട്ട് ഇറങ്ങാനൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങിയാൽ ഈ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോകാണ്ട്. പക്ഷെ അവിടെ അധികം വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വരെ നല്ല രസമായിരുന്നു, ഒന്നും കാണുന്നില്ല. മരം വീണെടുക്കുന്നുണ്ട് ഇവിടെ. ഈ കാണുന്ന വെള്ളം തന്നെ ഉള്ള കുറച്ച് വെള്ളം ഇങ്ങനെ പോകുന്നു, അതും കുഴപ്പമില്ല. ഇതാ അവിടുന്ന് മേലെന്ന് ആ ഗ്യാപ്പ് അവിടെ നിന്നാണ് വന്നത്, ഇറങ്ങി 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 ഇങ്ങനെ വന്ന്. എന്താ സുഖം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അല്ലേ, സെൻട്രലൈസിലുള്ളിൽ നിൽക്കണ പോലെ. വെള്ളം, തണുത്ത കാറ്റും. ആ, ഇപ്പം ഈ ഭാഗത്തു കൂടെ വെള്ളം നന്നായിട്ട് വരുന്ന ഭാഗമാണെന്നുള്ളത് മനസ്സിലായി. കാരണം ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ ഒക്കെ, ഇതിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ ഒക്കെ മഴക്കാലത്തേ, മഴയുള്ള സമയത്തൊക്കെ ശക്തമായിട്ട് മഴ പെയ്യുമ്പോഴൊക്കെ നന്നായി വെള്ളം വരും. ആ സമയത്തൊക്കെ വന്നാൽ നല്ല വ്യൂ ആയിരിക്കും അല്ലേ റാഫിയെ? ആ, ഇനി പോവാ. എന്ത് ഭംഗിയായി പുല്ലില്ലേ, നമ്മളോടൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിങ്ങനെ ഭയങ്കര കൂട്ടായിട്ട് നിൽക്കുമ്പോഴേ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതെ. സൂപ്പർ വ്യൂ ആണ്. ഇതുണ്ടാ നല്ല വ്യൂ ആണ്. തെങ്ങുകൾ എന്ത് ഭംഗിയുള്ള തെങ്ങുകളാ, നല്ല നിറയെ തേങ്ങയുണ്ട്. ഇവിടെ ഷട്ടറുണ്ട് ഡാമിൻ്റെ, ഇവിടെ വെള്ളം തുറന്നു വിടുക ഈ ഭാഗത്ത്. ജാഗ്രത, ഡാം ഷട്ടർ ഭാഗത്തേക്ക് പ്രവേശിക്കരുത്.
കുറ്റകരമാണ്, കർശനമായി നിരോധിച്ചിരിക്കുന്നു. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, മൈനർ ഇറിഗേഷൻ സെക്ഷൻ, തൃശ്ശൂർ. ഇതാണ് ഇതിൻ്റെ ഷട്ടർ, ഈ ഭാഗത്താണ്. ഈ ഷട്ടറുകളാണ് ഡാം നിറയുമ്പോൾ തുറക്കുക. 4 ഷട്ടറാണുള്ളത്. അത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് ഇത് പൊക്കും. അപ്പോൾ ഇതിൽ വരുന്ന വെള്ളമാണ് നമ്മൾ ആ സ്റ്റെപ്പിൽ കൂടെ ഇപ്പോൾ കണ്ടില്ല പോയിട്ട് നമ്മൾ ആ താഴേക്ക് ഇറങ്ങിയില്ലേ, അപ്പോൾ ഇതിൽ പോകുന്ന വെള്ളം അതിൽ വരിക. അപ്പോൾ നല്ല ഫോഴ്സ് ഉണ്ടാവും കേട്ടോ. ആ ഇപ്പം ഫോട്ടോ എടുക്കാൻ ഭാഗത്ത് കണ്ടില്ലേ ആ സെറ്റപ്പ്, അതിലാണ് പോവുക വെള്ളം. ഇപ്പം ഈ കുറച്ച് വെള്ളം, ആ വെള്ളമാണ് പൂറി അങ്ങോട്ട് വരുന്നത്. സമയം 5 ഇനി ഇവിടുന്ന് ചേപ്പാറ പോകണം. ചേപ്പാറ മലയുടെ മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണണം. പിന്നെ അങ്ങോട്ടാണ് പോണത്. ഇതിവിടെ അടുത്താണ്, അധികം പോകാനില്ല. ഒരു കിലോമീറ്റർ കഷ്ടി, അധികമല്ല. ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ നമുക്ക് പോകാനുണ്ടെങ്കിൽ. ബ്ലാക്കായിട്ടാണ് അമ്മ ഇതൊക്കെ കാണും. ആ വ്ളോഗ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ നീങ്ങട്ടെ. നിങ്ങളിതിൽ എടുക്കുന്നുണ്ട്, യൂട്യൂബ് വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഇല്ല, അപ്പോൾ റൈഡ് വിത്ത് SQ അതിൽ കാണാം യൂട്യൂബിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. അവിടെ നിന്നാണ് വന്നത്. ആ അറ്റത്ത് പോയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഇനി പൂമലയിൽ നിന്ന് തിരിച്ച് പോവുകയാണ്, ചേപ്പാറക്ക് പോവുകയാണ്. പറ്റിയാൽ പത്തായക്കുണ്ട് ഡാം വഴിക്ക് പോവുക, നോക്കട്ടെ അതുവഴി പോകാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോൾ നേരെ സമയമില്ലാതെ തോന്നണത് നേരെ ചേപ്പാറക്ക് വിടും. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാണുന്നവരിൽ ഉണ്ടെങ്കിൽ അവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.